ഹായ് ഓൾ, ഇന്ന് എളുപ്പത്തിലൊരു മുട്ടക്കറി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലയും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും മുളക് പൊടി. ഞാനിത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതിയാകും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കണം. തിളയ്ക്കുന്നതിന് മുൻപ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാവുന്നതാണ്. മുട്ടയുടെ ഉണ്ണി ഉടയാതെ തന്നെ ഇതിലേക്ക് ഉടച്ചൊഴിക്കണം. ഞാൻ 2 മുട്ടയാണ് ഇവിടെ കറി ഉണ്ടാക്കുന്നത്. 2 മുട്ടയും ഇതിലേക്ക് ഉടച്ചൊഴിക്കാം. രണ്ടും കൂടി ചേരാത്ത വിധത്തിലാണ് ഇതിലേക്ക് ഉടച്ചൊഴിക്കേണ്ടത്. ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് അല്പം ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ഉണ്ണിയിലേക്ക് എരിവ് ചേരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അധികം ഇളക്കാനൊന്നും പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളമെല്ലാം പൊടിഞ്ഞു പോകും. ഇനി അല്പസമയം കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കുന്നു. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയിലയും ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഉള്ളതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടാനായിട്ട് തക്കാളി ചേർക്കാവുന്നതാണ്. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.